டேய் அந்த ஜாதகத்துல பிரச்சனை இருக்காம்டா. പ്രശ്നേ അപ്പോളൊന്ന് സൂക്ഷിക്കണേ. നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു തേർഡ് പേഴ്സന്റെ സാന്നിധ്യം ഉണ്ട്. ഇങ്ങോട്ട് ക്ലിയർ ആയില്ല. ചുരുക്കി പറഞ്ഞാൽ നീയും മെറിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പൊട്ടി പാളീസാവുന്നു. ആ ജ്യോത്സ്യനെ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. എന്ത് വെയിറ്റ് ഉള്ള പേരാണ്, നല്ല പേര് ബെൻ ജോൺ. ഉപ്പുമുളകിലെ പുതിയ എപ്പിസോഡിലെ കേശുവിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് കഥ പോകുന്നത്. നല്ല രസമുള്ള ഒരു പ്രമോ തന്നെയായിരുന്നു. കാരണം ജോണി എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കേശു മെർലിനും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് മൂന്നാമതൊരാൾ വന്നിരിക്കുകയാണ്. പുള്ളിയുടെ പേരാണ് ജോണി. എന്തായാലും നമ്മുടെ ഷിബുവിനെയൊക്കെ പോലൊരു കിടിലൻ ക്യാരക്ടർ ആവും നമുക്ക് പ്രതീക്ഷിക്കാം. എപ്പിസോഡിൽ വലുതായിട്ടൊന്നും ജോണിയുടെ കാര്യങ്ങൾ കാണിക്കുന്നില്ല, ജസ്റ്റ് ബൈക്കിൽ വരുന്നേ കാണിക്കുന്നുള്ളൂ. കുറേ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ കോമഡി ഡയലോഗ്സ് ഒക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കേശുവിന് കുറേ പുതിയ നായകന്മാരെ കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കുറേ പുതിയ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് അത് ഇവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആവും തോന്നുന്നു. അത് തന്നെയാണ് ഇപ്പം പുതിയ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. അത് നല്ലൊരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നി. കാരണം ഇടയ്ക്ക് വെച്ച് തമിഴെത്തിയൊക്കെ പാലക്കാട് നിന്നൊക്കെ ആൾക്കാർ കൊണ്ട്, അപ്പോൾ അങ്ങനെ ഒരുപാട് നായകന്മാരെ കൊണ്ട്. കാരണം കേശുവിൻ്റെ പ്രായം അതാണ്. അപ്പം ഇപ്പം മെർലിനും കേശുവും തമ്മിലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ആൾക്കാർ വന്ന് അതിലൊരു പ്രശ്നം ഉണ്ടാകുന്നത് കുറച്ചും കൂടി രസകരമായിട്ടുള്ളൊരു കഥയിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഉപ്പുമുളകിൻ്റെ പുതിയ എപ്പിസോഡ് നല്ല കളറാവുമെന്ന് തന്നെയാണ് പ്രൊമോ ഉണ്ട്. അപ്പോൾ തോന്നുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം.